ഗുജറാത്തിൽ യാത്രാ വിമാനം തകർന്നു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നത്. എത്രത്തോളം യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്? വളരെ വലിയൊരു അപകടമാണ്. വിമാനത്താവളത്തിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. വിമാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 242 ആളുകളുമായി അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് യാത്ര ആരംഭിച്ച എയർ ഇന്ത്യയുടെ AI-171 എന്ന നമ്പറിലുള്ള 11 വർഷം പഴക്കമുള്ള ബോയിങ് 787 വിമാനം അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന ഉടൻ തന്നെ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത കാരണങ്ങളാൽ നിലം പതിക്കുകയും അതിൽ ഉണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ. എയർ ഇന്ത്യയുടെ ധാരാളം വിമാനങ്ങളിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്ത ഉസ്ബെക്കിസ്ഥാൻ യാത്രയിൽ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നതും ഇന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ തന്നെയാണ്. അപകടത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു എയർ ഇന്ത്യ വിമാനയാത്ര. സമയം രാവിലെ 5 മണി. എനിക്ക് അത്യാവശ്യമായിട്ട് ഉസ്ബെക്കിസ്ഥാൻ വരെ ഒന്ന് പോകാം. ഒരു 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ രാവിലെ ഇന്ന് 7 മണിക്ക് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ പോകാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ള പോലെ എയർ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരു അപകടം കഴിഞ്ഞൊരു സമയമാകുമ്പോഴത്തേക്കിനും നമുക്കൊരു പേടിയൊക്കെ കേൾക്കും. പക്ഷേ വേറെ നിവൃത്തിയില്ല, പോയേ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, മിക്ക വഴിയെ പറയാം. ഇപ്പോൾ ഫാസിൽ ബ്രോയും അതേപോലെ തന്നെ ഡോക്ടർ സജാദും കൂടി ഇപ്പോൾ രാവിലെ എന്നെ വന്ന് പിക്ക് ചെയ്യും. ഞങ്ങളൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. എന്തായാലും എയർ ഇന്ത്യയിലും ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിലും കൂടെ അല്ല നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഡൽഹി വരെ എയർ ഇന്ത്യ, അവിടെ നിന്ന് ഡൽഹി ടു തഷ്കൻഡ് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് പോകുന്നത്. രാവിലെ 7 മണിക്കാണ് വിമാനം. ഇപ്പോൾ സമയം 5:30 മണിയായി. ഇതുവരെ ആൾക്കാർ 2 പേരും എത്തിയിട്ടില്ല. പിന്നെ 5 മണിക്ക് വന്ന് പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ടീംസാണ്. 2 പേരും ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ സമയം എത്ര മണിയായി? 5:50. നമ്മളെ സജാദ് വണ്ടി പറപ്പിച്ചെത്തിരിക്കുകയാണ്. 2 പേരും കൂടെ 5 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 5:30ക്കാണ് വന്നത്. കാണുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. എല്ലാരും ചോദിക്കുന്നത് എയർ ഇന്ത്യയിലാണോ പോകുന്നത്, എയർ ഇന്ത്യയിലാണോ പോകുന്നത്. എയർ ഇന്ത്യക്ക് എന്താ എന്താ പ്രശ്നം? അതെ അതെ, അവിടെ അകത്ത് ബോർഡിങ് തുടങ്ങി കാണാം. നമ്മളിവിടെ എത്തിയതേ ഉള്ളു. ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നത് കൊണ്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ വമ്പം പരിപാടികളാണ് അല്ലേ. തകർക്ക് നമ്മൾ വിമാനത്തിൽ കയറാൻ പോവാണ്. നമ്മൾ ലേറ്റായി. ശരിക്കും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ബിസിനസ് ക്ലാസ്സിലേക്ക് നമ്മൾ ശരിക്കും എക്കണോമിക് ടിക്കറ്റ് എടുത്തത്. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നു. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഹായ്, താങ്ക് യു, നമസ്തേ. ഹായ് 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 ഹായ്, ഹൗ ആർ യു? സത്യത്തിൽ എന്നെ പറ്റിച്ചല്ലേ അങ്ങനെ പറയരുത്. ഇത് എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ് ഇങ്ങനെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആലോചിക്കേ, നമ്മൾ കൊച്ചി ഡൽഹി ടിക്കറ്റ് ബുക്ക് ചെയ്ത് 7,000 രൂപയ്ക്ക്, അല്ല എക്കണോമിക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് 7,000 രൂപയ്ക്ക്. ഇത് നമ്മൾ ഇവിടെ എയർപോർട്ടിൽ വന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമുക്ക് 8,000. അപ്പോൾ നമുക്ക് മൊത്തം എത്രയായി? 15,000 രൂപ. ശരിക്കും ലാസ്റ്റ് ടൈമിന് ഒരു കൊച്ചി ഡൽഹി എക്കണോമിക് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കിനും 15,000 രൂപ ആയില്ലേ? 15,000 രൂപയ്ക്ക് മേലെ ആയില്ലേ? ആ പൈസക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾക്ക് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇത്രയും പൈസക്ക് ഒരു ബിസിനസ് ക്ലാസ്സിൽ? ഇല്ലല്ലോ. അതിപ്പോൾ നല്ല ഫുഡൊക്കെ കൊണ്ടുതരും, പേടിക്കാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാൻ പറ്റാത്ത കാര്യം എന്നാലും പറയാം. വിമാനത്തിന് എന്തെങ്കിലും പറ്റി ആദ്യം തട്ടിപ്പോകുന്ന ബിസിനസ് ക്ലാസ് ഉള്ളവരായിരിക്കും. കാരണം പുറകിലുള്ളവരാണ് കമ്പാരിറ്റീവ്ലി സേഫർ. ഒന്നും പറയാൻ പറ്റില്ല. മറ്റേ വിമാനത്തിൽ 11 ഏതൊരു സീറ്റിൽ എമർജൻസി എക്സിലിരുന്ന ആളാണ് രക്ഷപ്പെട്ടത്. ഒരാൾ. എന്തോ ഒരു ഭാഗ്യമാണ് അവന്. എനിക്കറിയില്ല, സീറ്റ് ബെൽറ്റ് ഊരിപ്പോയതായിരിക്കും അല്ലേ. സജാദ് വന്നു, അപ്പുറത്തിരിപ്പുണ്ട്. സജാദിനെ കണ്ടില്ലേ? ഹോട്ടവലൊക്കെ കൊടുത്തതില്ലേ? ഹോട്ടവൽ എന്താ വേണ്ടത്? ഇത് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് കൊണ്ട് തരും ഫ്രഷ് ആവാനായിട്ട്. അപ്പോൾ വീട്ടിൽ ഉറക്കം പോകും. ഞാനിപ്പോഴും ആലോചിക്കുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 7 മണിയുടെ ഫ്ലൈറ്റ്. നമ്മൾ 5:30ക്കാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നത്. 5:30 എൻ്റെ വീട്ടിൽ വരുന്നു. 6 മണിക്ക് എയർപോർട്ടിലെത്തുന്നു. 4:45 എണീറ്റത്. 6 മണിക്ക് എയർപോർട്ടിലെത്തുന്നു. 6 മണിക്ക് എയർപോർട്ടിലെത്തിയതിന് ശേഷം
ഞങ്ങൾ കൗണ്ടറിൽ പോയി അപ്ഗ്രേഡ് ചെയ്യുന്നു. സെക്യൂരിറ്റി ചെക്കിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അകത്ത് കയറി ഇപ്പോൾ വിമാനത്തിൽ കയറി ഇരുന്നിട്ടും ബോർഡിംഗ് ക്ലോസ് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ എയർ ട്രാവൽ അത്രയ്ക്ക് ഈസിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വിമാനയാത്രകൾ ചെയ്യാൻ സാധിക്കും. ബൈ ദ വേ, ഞാൻ ഈ കണ്ണടയെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇതാണ് പുതിയ റെയ്ബാൻ മെറ്റാ ഗ്ലാസ്. ഇതിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ആക്ച്വലി ഇടയ്ക്ക് സ്ക്വയർ ഷേപ്പിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ കണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തതാണ്. നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും. പിന്നെ സൗണ്ട് കേൾക്കാം. ഇൻസ്റ്റാഗ്രാം ഫോർമാറ്റിലായിരിക്കും ഇതിൻ്റെ വീഡിയോ വരിക. अपने और अपने यात्रा की सुरक्षा के लिए आपातस्थिति में अपना सामान विमान में ही നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ശരിക്കും ഇത് ടൊമാറ്റോ ഉപ്പുമാവ്, പിന്നെ ഇത് ഉപ്പിപ്പം പോലത്തെ ദോശ, ഇതെന്ത് സാധനം ഉഴുന്നോടെ പോലത്തെ ഉഴുന്നോടെയാണ് കേട്ടോ. സാമ്പാർ, ചട്നിയുടെ കുറവുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ക്രോസോൺ ഉണ്ട്. അടിപൊളി പൊളിച്ച് പുള്ളി ഇത് തന്നെയാണ് എന്തോന്ന് വാങ്ങിച്ചത്. സദ്യ തന്നെ വാങ്ങിച്ചത്. സദ്യത്തിൽ ഡയറ്റ് എന്തുണ്ട് കല്ലപ്പം, വെള്ളപ്പം വെള്ളമല്ലേ, നല്ല സോഫ്റ്റ് വെള്ളപ്പം, കല്ലപ്പം വെള്ളപ്പം കല്ലപ്പം. വളരെ സ്മൂത്തായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. അടിപൊളി ലാൻഡിങ് ആയിരുന്നു. നമ്മുടെ ലാൻഡിങ് സ്മൂത്ത് ആയിരുന്നു. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ പറയുക, ഈ കുപ്പി ഇട്ടിരിക്കാതായിരുന്നോ, അത് താഴെ വീടില്ല. സാധാരണ ലാൻഡിങ് ജെർക്കുണ്ടെങ്കിൽ ശരിക്കും ഈ കുപ്പിയൊക്കെ താഴെ പോകേണ്ടതാണ്. ഈ കുപ്പി പോലും താഴെ പോയില്ല, ഇതിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഡൽഹിയിലെ വിമാനത്താവളത്തിൽ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും താഴെ കുറേ മാർക്കിംഗ് ഉണ്ടോ. A350 10 B787 B777 A32 332 A310, പിന്നെ ഇവിടെ A321 അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ഈ വിമാനങ്ങളുടെ മോഡൽ നമ്പറുകളാണ്. അതായത് ഏത് വിമാനം എവിടെ നിർത്തണം എന്നുള്ളതിനെ പറ്റിയുള്ള മാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ആ കറക്റ്റ് ആ ഒരു ഇതുണ്ടല്ലേ, അതിൻ്റെ അവിടെ കൊണ്ടുവന്നായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ടയർ കൊണ്ട് നിർത്തുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി. ഡൽഹി ആ കാണുന്നത് ഖത്തർ എയർവേസിൻ്റെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ്. പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫർദർ ബോർഡിംഗ് പാസ് കയ്യിലില്ലാത്തത് കൊണ്ട് കംപ്ലീറ്റ് പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും കയറി പോകണം. പുറത്തൊക്കെ എയർ കൂളർ വെച്ചിരിക്കുന്ന പല സംഭവങ്ങൾ. അതായത് ഡൽഹിയിൽ ഇപ്പോൾ ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി, അങ്ങനെ പല സംഭവങ്ങൾ. നമ്മൾ ചില സമയത്ത് ഡൽഹി വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും, ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥ. ദുബായിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ചുട്ടുകൊള്ളത്തില്ലേ, അതേപോലത്തെ ഒരു കാലാവസ്ഥയാണ് ഡൽഹിയിൽ വന്നപ്പോൾ ഫീൽ ചെയ്യുന്നത്. എയർപോർട്ടിലൊക്കെ ഒരു ശ്മശാന മൂകത ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല എവിടെയൊക്കെയോ. നമ്മളിവിടെ വന്ന് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അകത്ത് വന്നു. ശരിക്കും ഇപ്പോൾ നമ്മുടെ ആ എയർ ഇന്ത്യയുടെ വിമാനാപകടം സംഭവിച്ചിട്ട് ജസ്റ്റ് ഒരു 2 days മിനിഞ്ഞാന്നാണ് സംഭവിക്കുന്നത്. 2 days ആയതേ ഉള്ളൂ. എനിക്കിവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ശരിക്കും കുറച്ചും കൂടെ ഒക്കെ തിരക്ക് വരുന്നൊരു എയർപോർട്ടാണ്. തിരക്ക് പൊതുവെ കുറവായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശ്മശാന മൂകത എന്നൊക്കെ പറയുന്ന പോലെ ഫീല്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ കാണാം, പിന്നെ കുറച്ച് വിസ്താര ലെവലിലുള്ള എയർ ഇന്ത്യയുടെ വിമാനം കാണാം, പിന്നെ തലങ്കും പോകുന്ന ഇൻഡിഗോ. ശരിക്കും നമ്മൾ ഇന്ത്യയിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും മാത്രമേ ഉള്ളൂ, വേറെ വലിയ ഫ്ലീറ്റ് ഒന്നും ഇല്ല. ഇൻഡിഗോ ആണ് ഏറ്റവും വലിയ ഫ്ലീറ്റ് ഇന്ത്യയുടെ.
പിന്നെയുള്ള എയർ ഇന്ത്യയുടെ വിമാനങ്ങളാണ്. ഒരു അപകടം നടന്ന ഉടനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇവിടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ അപകടത്തിന് തൊട്ട് പുറകെയായിട്ട് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇറാൻ എയർ സ്പേസ് ക്ലോഷർ ആയതുകൊണ്ട് നമ്മുടെ ഈ വിമാനങ്ങളൊക്കെ യൂറോപ്പ് സെക്ടറിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇറാൻ്റെ മുകളിൽ കൂടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡൈവേർട്ട് ചെയ്യപ്പെട്ടു. ആ സമയത്ത് പെട്ടെന്നുള്ള ഇറാൻ എയർ സ്പേസ് ക്ലോഷർ കാരണം പല വിമാനങ്ങളും തിരികെ വരികയും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇറക്കുകയൊക്കെ ചെയ്തു. ശരിക്കും അങ്ങനെ മൊത്തത്തിൽ ഈ വിമാനങ്ങളുടെ സ്കെഡ്യൂൾസ് കംപ്ലീറ്റ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് താളം തെറ്റി കിടക്കുകയാണ്. പലതും ഡിലേ ആണ്, മണിക്കൂറുകൾ വൈകിയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഡൽഹി ഇറങ്ങേണ്ട വിമാനം ജയ്പൂർ ഇറങ്ങുന്നു, അവിടെ ഇറങ്ങേണ്ട വിമാനം ഇവിടെ വന്ന് ഇറങ്ങുന്നു. അങ്ങനെ പല സ്ഥലത്തും മാറ്റങ്ങൾ വരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് എന്തൊക്കെയോ ഒരു ബാഡ് ടൈമാണ് ഇപ്പം നിലവിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ഈ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പാകിസ്ഥാൻ എയർസ്പേസ് ക്ലോഷർ കാരണം ഈ ഡൽഹിയിൽ നിന്നും പോകുന്ന ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിമാനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു വിമാനം ലണ്ടനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഡൽഹിയിൽ നിന്നും താഴെ മുംബൈയിൽ പോയിട്ട് മുംബൈയിൽ നിന്നും കടലിന് മുകളിൽ കൂടിയാണ് പിന്നെ അങ്ങോട്ടേക്ക് പോവുക. കാരണം പാകിസ്ഥാൻ എയർസ്പേസ് ക്ലോഷർ കാരണം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ ഇതൊക്കെ ശരിക്കും ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് വിമാനങ്ങൾ ഡിലേ ആവുന്നു, റേറ്റ് കൂടുന്നു. ഈ ട്രാവൽ ടൈം കൂടുമ്പോഴത്തേക്കിനും റേറ്റ് കൂടും. അത്തരത്തിലുള്ള പല സംഭവങ്ങളും വരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെയൊക്കെ കുറേ ആൾക്കാർ അത് കമൻറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നൊക്കെ തോന്നിപ്പോവും. നമ്മൾ ഒരു എയർ ഇന്ത്യയുടെ വീഡിയോയോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നല്ലത് പറഞ്ഞാൽ പറയും, നീ എയർ ഇന്ത്യനെ വെളുപ്പിക്കാൻ വന്നല്ലേ എന്ന് ചോദിക്കും. ഉള്ള കാര്യം കുറ്റമായിട്ട് പറഞ്ഞാൽ പറയും, നീ രാജ്യസ്നേഹം വേണോടാ, ഇന്ത്യയുടെ അല്ലടാ എയർ ഇന്ത്യ. ഇത്രയും നാൾ അങ്ങനെയായിരുന്നു. ഈ എയർ ഇന്ത്യ ടാറ്റ എടുത്തതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ ഒരു മാറ്റങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തും അതേപോലെ തന്നെ കുറവുകളായിട്ട് കാണിച്ചുമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ധാരാളം. ഈ ഡ്രീം ലൈനർ വിമാനത്തിൽ ഞാൻ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഡ്രീം ലൈനർ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വിമാനമാണ്. അത് അങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നത് തന്നെ, അത്രയും വലിയൊരു വിമാനം അതുപോലൊരു അപകടത്തിൽപ്പെടുന്നത് തന്നെ എനിക്കൊന്ന് വളരെ അപൂർവമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞിടെ നടന്ന അപകടങ്ങളെന്ന് പറയുന്നത് എയർ ഇന്ത്യ, പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബോയിങ് വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു മംഗലാപുരത്തും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട്. അതും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങളായിരുന്നു. ഇതെല്ലാം ബോയിങ് വിമാനങ്ങളായിരുന്നു. അപ്പോൾ ഇത് ബോയിങ്ങിൻ്റെ കുറ്റമാണോ എയർ ഇന്ത്യയുടെ കുറ്റമാണോ എന്നൊക്കെ പലർക്കും അറിയില്ല. പിന്നെ പല ആൾക്കാരും എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയെ, അവരുടെ സർവീസിനെയും എയർ ഇന്ത്യയുടെ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ പറയാറുണ്ട്. ശരിക്കും ബഡ്ജറ്റ് എയർലൈനാണത്, പിന്നെ എയർ ഇന്ത്യ ഒരു ഫുൾ സർവീസ് എയർലൈനാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കുറ്റം പറഞ്ഞാൽ പറയും, നിനക്ക് രാജ്യസ്നേഹമില്ല, നീ എയർ ഇന്ത്യനെ കുറ്റം പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നല്ലത് പറഞ്ഞാൽ പറയും, നീ എയർ ഇന്ത്യയുടെ നിന്ന് പൈസ വാങ്ങിച്ച് എയർ ഇന്ത്യനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വരികയാണെന്ന് പറയും. സത്യം പറഞ്ഞാൽ എനിക്കാരും പൈസ കഴിഞ്ഞില്ല, നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ട്രാവൽ ചെയ്യുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈവൻ എന്ത് സംഭവമാണെങ്കിലും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് രസമാണ്. അങ്ങനെ കമൻറ്റുകൾ കൂടുമ്പോഴത്തേക്കിനും നമ്മുടെ ആ വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് കൂടും. അന്നേരം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. സോ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സാഡായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളാണ് ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അന്നേരം ഈ വിമാനം അപകടം നടന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള രേഖ വന്നിട്ടില്ല, ഇതെങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും അതിങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, ആ രീതിയിലാണ് ഈ രീതിയിലാണെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. വാർത്താ ചാനലുകളിൽ വിശകലനങ്ങൾ വരുന്നു. അതൊന്നും ആരും പ്രശ്നമില്ല. പലതും പല കാര്യങ്ങളും തെറ്റായിട്ട് വിശകലനങ്ങൾ വരുന്നു. അതൊന്നും ആരും പ്രശ്നമില്ല. പക്ഷേ ഞാനോ അല്ലെങ്കിൽ വേറെ ഏതൊരു യൂട്യൂബറോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ദുരന്തം വിറ്റ് കാശാക്കുകയല്ലേ എന്ന് ചോദിക്കും ആൾക്കാർ. എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ വാർത്താ ചാനലുകാരെന്താ ദുരന്തം വിറ്റല്ലേ കാശ് ഉണ്ടാക്കുന്നത്, വാർത്ത കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരും യൂട്യൂബിൽ വീഡിയോ ഇട്ടും തള്ളിമറിച്ചും ഉള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും വരെ പലതും തള്ളിമറിച്ചിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത് പലതും. അതൊന്നും ആർക്കും പ്രശ്നമില്ല. ഒരു യൂട്യൂബർ എന്തെങ്കിലും കാര്യം, അതും യൂട്യൂബേഴ്സ് പരമാവധി ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പറയാറുള്ളത്. പല കാര്യങ്ങളും 90%, 95% ആൾക്കാർ യൂട്യൂബേഴ്സ് ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അതിന് വന്നിട്ട് വിമർശിക്കാൻ മാത്രം വരുന്ന കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു അപകടം നടന്നു. അപകടങ്ങൾ ഏത് സമയത്തും ആർക്ക് വേണേൽ സംഭവിക്കാം. പക്ഷേ കമ്പാരിറ്റീവ്ലി വിമാന അപകടങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് സംഭവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനുള്ള സർവൈവൽ ചാൻസ് ഒക്കെ വളരെ കുറവല്ലേ. എന്തായാലും വിഷമമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് യാത്ര ചെയ്യാൻ എയർ ഇന്ത്യയും ഈ പറഞ്ഞ വിമാനങ്ങളൊക്കെ തന്നെ ഉള്ളൂ പലതും. ഈ എമിറേറ്റ്സും എത്തിഹാദും ബാക്കിയുള്ള വിമാനങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എമിറേറ്റ്സും GCC രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം വിമാനങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിലും
നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ആകെ ദുബായിക്ക് മാത്രമേ കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ സ്ഥലത്തേക്ക് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ബഡ്ജറ്റ് എയർലൈൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഷാർജയ്ക്കും പിന്നെ അബുദാബിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ വിമാനങ്ങൾ കുറവാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇൻഡസ്ട്രി തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബൂമിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ആ ഒരു ഇൻഡസ്ട്രിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അപകടം വന്നപ്പോഴത്തേക്കിനും അതൊരു കമ്പനിയെ താഴ്ത്തിക്കെട്ടാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലെ പല സംഭവങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും തിങ്സ് വിൽ ചേഞ്ച് അത്രേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ വിമാനങ്ങളെ കുറവാണ്. ശരിക്കും ഇതൊക്കെ ഇഷ്ടംപോലെ വിമാനങ്ങൾ കാണേണ്ടതാണ് ഇവിടെ. ഇതിപ്പം വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ. ഡൽഹി എയർപോർട്ടൊന്നും ഇങ്ങനെ അല്ല ശരിക്കും കാണേണ്ടത്. പകലാണെങ്കിലും നല്ല തിരക്ക് കാണേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ എയർ ഇന്ത്യയുടെ ഒരു ഡ്രീം ലാൻഡർ വിമാനം അവിടെ കിടക്കുന്നതാണ്. ഒരെണ്ണം അപ്പുറത്തൂടെ പോകുന്ന കാണാം. ധാരാളം വിമാനങ്ങൾ 777 കൂടുതൽ വിമാനങ്ങൾ വൈറ്റ് ബോഡി ഉള്ളത് എയർ ഇന്ത്യക്ക് ഡ്രീം ലൈനർ തന്നെയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഡ്രീം ലൈനർ അല്ലേ, ഉസ്ബെക്കിസ്ഥാൻ. അടിപൊളി. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഡ്രീം ലൈനറാണ്. ശരിക്കും ഞങ്ങൾ ലോഞ്ചിൽ കയറാമെന്ന് കരുതി വന്നതാണേ. അവിടുത്തെ പുറത്തെ തിരക്ക് കണ്ട, ലോഞ്ചിൽ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ അകത്ത് കയറാനായിട്ട്. അകത്താണ് ഇടിയാണെന്ന് തോന്നുന്നു. നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിനാണ് പോകുന്നത്. നമുക്ക് ഇത്തവണ നമ്മൾ ബിസിനസ് ക്ലാസ് ഒന്നുമല്ല, എക്കണോമിയാണ്. അതുകൊണ്ട് ലോഞ്ച് ആക്സസും പരിപാടിയൊന്നുമില്ല. അതും വേറെ കുറേ ആൾക്കാരുടെ കമൻറ്റുകൾ കാണാം. അതായത് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന പോലല്ല എക്കണോമിയിൽ യാത്ര ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴാണോ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത് തുടങ്ങിയത്? ഈയിടയ്ക്കല്ലേ തുടങ്ങിയത്. അതും നമ്മളെ ബിസിനസ് ക്ലാസ്സിൽ മാത്രമാണോ പോകുന്നത്? നമ്മൾ എക്കണോമിയിൽ പോകുന്നുണ്ട്, ബിസിനസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് തന്നെ വളരെ ചെറിയ പൈസയ്ക്ക് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് ആരും സ്പോൺസർ ചെയ്യുന്നതല്ല, ഞാൻ തന്നെ പൈസ കൊണ്ട് എടുത്തെടുക്കുന്ന. ചെറിയ പൈസയ്ക്ക് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇൻഡിഗോയിൽ പോകുന്നു, ആകാശയിൽ പോകുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ എക്കണോമി തന്നെയല്ല, അതിനകത്തൊന്നും ബിസിനസ്സൊന്നും ഇല്ലല്ലോ. ഇനി അഥവാ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം എക്കണോമിയിൽ കയറിയിരുന്നിട്ട് ഞാൻ എന്തെന്ന് വീഡിയോ എടുക്കാനാണ്? എനിക്ക് എന്ത് കാണിക്കാൻ പറ്റും അതിനകത്ത്? എനിക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഐ മീൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനും കുറേ ആൾക്കാർ എന്ത് ചെയ്താലും കുറ്റം പറയും എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ കുറ്റം പറയാൻ നിങ്ങൾക്ക് യു ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു ഡു ദ കുറ്റംസ്, നോ പ്രോബ്ലം. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഉള്ള കാര്യത്തിനൊക്കെ പറയണ്ടേ, ഇല്ലാത്ത കാര്യത്തിനൊക്കെ പറയുമ്പോൾ അത് വിഷമം. ഇത് കണ്ടില്ലേ, ആംസ്റ്റർഡാം ഫ്ലൈറ്റ് ക്യാൻസൽഡ്, പാരീസ് ഫ്ലൈറ്റ് ക്യാൻസൽഡ്. ഇതൊക്കെ ഈ വിമാനങ്ങൾ ഡിലേ ആയതുകൊണ്ടൊക്കെയാണ് പലതും. കണ്ടില്ലേ, ലണ്ടൻ ഹീത്രോ ഡിലേഡ്, മിലാൻ ഡിലേഡ്, പിന്നെ കോപ്പൻഹാഗൻ ഡിലേഡ്. ഇവിടെ ബെർക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ, ഈവൻ ഫുഡ് കോർട്ടിനകത്ത്. അപ്പോൾ ഈ ഫുഡ് കോർട്ടിനകത്ത് നിന്നും ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. 550 രൂപയുടെ ബിരിയാണിയാണ് കഴിച്ചേ. നൂഡിൽസാണ്. ലോഞ്ചിൽ കയറിയായിരുന്നെ ഫ്രീ ആയിട്ട് കഴിക്കായിരുന്നു. പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം കയറാൻ പറ്റിയില്ല. പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ എയർപോർട്ടിൽ എക്സ്പെൻസീവ് ആണല്ലോ. എന്തായാലും ഒരു ചായ കുടിക്കണമെങ്കിൽ കൊടുക്കണേ 200 രൂപ. ഐ മീൻ നമുക്ക് എയർപോർട്ടുകളിലെ റേറ്റ് ഗ്ലോബലി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെയാണ്. ഗ്ലോബലി എല്ലായിടത്തും ഈ റേറ്റൊക്കെ വരും. നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ രൂപയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇങ്ങനെയുള്ള പൈസ ലാഭിക്കുന്നതിന് വേണ്ടി ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ലോഞ്ച് കയറിയിട്ട് ഉപയോഗിക്കാം. സജാദ് സാർ, ബോർഡിങ് തുടങ്ങിയോ? ആണോ 20 മിനിറ്റ് സമയമുള്ളൂ നമുക്ക്. ഓക്കെ. അങ്ങ് ദൂരെ കിടക്കുന്ന ആ നീല വിമാനം കണ്ടോ? അതാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനം. അതിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അതിനിപ്പുറത്ത് നമ്മുടെ എയർ ഇന്ത്യയും കിടപ്പുണ്ട്. അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ബോർഡിംഗ് ഒക്കെ തുടങ്ങി, ഓൾമോസ്റ്റ് തീരാറായി. ഫൈനൽ കോള്. നമ്മളിവിടെ വിമാനത്തിൽ കയറാനായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി. ഇവിടെ പോസ്റ്റാണ് കേസ്. അതിനിടയ്ക്ക് അപ്പുറത്തൂടെ ഭൂട്ടാൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം പോകുന്നുണ്ട്. ഭൂട്ടാൻ എയർലൈൻസ് മാത്രമല്ല, എയർ ഇന്ത്യയും അങ്ങനെ പല വിമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണാം. ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ബോയിങ് 787-8 വിമാനം. കേവലം 6 വർഷം മാത്രം പഴക്കമുള്ള ബോയിങ് 787-8 വിമാനത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ഇത് ഭയങ്കര വലുത് കേട്ടോ. ഈ വിമാനം ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. നമ്മൾ സാധാരണ കാണുന്ന ഈ കുഞ്ഞു വിമാനമില്ല, എയർബസ് 320 ഒക്കെ, അതിൻ്റെ ഡബിളുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തഷ്കൻഡിൽ നിന്നും മോസ്കോയിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു, റഷ്യയിലേക്ക് പോയപ്പോഴായിരുന്നു. അതിൻ്റെ എൻജിൻ്റെയൊക്കെ സൈസ് കണ്ടോ, ഭയങ്കര തിരക്കാണല്ലോ. ഇത് ഫുള്ളാണല്ലോ. ഇതാണ് കേട്ടോ ഇവരുടെ ബിസിനസ് ക്ലാസ് സീറ്റുകൾ. നോക്കൂ,
ഇത് നമ്മുടെ എയറിൻ്റെയൊക്കെ പോലെ തന്നെ, എയറിൻ്റെനെക്കാട്ടി കുറച്ചുകൂടെ ഭംഗിയുള്ള സീറ്റ് തന്നേ ഉള്ളൂ. ഇതിനകത്ത് നിറച്ച് പേഷ്യൻസ് ആണ്, പാവങ്ങൾ. ഇഷ്ടംപോലെ ആൾക്കാർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീൽ ചെയറിൽ പുള്ളിക്ക് ഇരിക്കാനും എണീക്കാനും പോയി വയ്യ, കഷ്ടമുണ്ട്. അതാണ് വിമാനം ലേറ്റ് ആവുന്നത്. ഓൾറെഡി 10-20 മിനിറ്റ് ലേറ്റാണ് വിമാനം. അങ്ങനെ ഫൈനലി നമ്മൾ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. വിമാനത്തിനകത്ത് കയറിയിട്ട് 10 മിനിറ്റ് വന്നു. ആ പുള്ളി കഷ്ടമുണ്ടല്ലേ ഒന്ന് ആലോചിക്കുക, എന്ത് ചെയ്യാനാ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ എക്കണോമി ക്ലാസ് ആണ്. എല്ലാവരും പറയും നിങ്ങൾക്ക് ബിസിനസ്സിൽ മാത്രമല്ലേ പോകാറുള്ളൂ, ബിസിനസ്സിൽ മാത്രമേ പോകാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമന്റ് ചെയ്തത്. നമ്മൾ എക്കണോമിയിൽ പോകുന്ന ആരും കാണത്തില്ല, അതാണ് പ്രശ്നം. അല്ല, എക്കണോമിയിൽ പോകുമ്പോഴത്തേക്കിന് എക്കണോമി എന്ന് പറഞ്ഞാൽ തള്ളി മറിച്ച് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. ബിസിനസ് തള്ളി മറിച്ച് കാണിക്കാൻ പറ്റുള്ളൂ, അതാണ് സംഭവം. അപ്പോൾ ഇത്തവണ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ്റെ എക്കോണമി, ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ എക്കോണമി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ലൈനറിൻ്റെ എക്കണോമി ക്ലാസ് എന്ന് പറയുന്നത്. ഇതിലും ലെഗ് സ്പേസ് ഉണ്ട് ശരിക്കും എയർ ഇന്ത്യയിൽ. ഇത് ലെഗ് സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇതിലും ലെഗ് സ്പേസ് എയർ ഇന്ത്യയിലുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്, ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ പല ഭാഷകളിൽ റഷ്യനിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. പിന്നെ ബോയിങ് 7878-ൻ്റെ ഇതെന്താ പറയുക, എസ്കേപ്പ് പ്ലാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളാണ്. അതായത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എത്ര ആൾക്കാർ, എയർ ഹോസ്റ്റസ്മാർ കാണിക്കുന്ന സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ഈ സ്ക്രീനിൽ വരുന്ന സേഫ്റ്റി ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ കാണും. നമ്മൾ പല ആൾക്കാരും ഇത് കാണാറില്ല, ഇത് പലരും നോക്കാറില്ല. എവിടേക്കാണ് നിയറസ്റ്റ് എമർജൻസി എക്സിറ്റ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പല ആൾക്കാരും നോക്കാറില്ല. എല്ലാവരും ഹെയർ ഹോസ്റ്റസ് നോക്കിയിരിക്കും, ആരും നോക്കില്ല അല്ലേ? അതാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ആദ്യമേ നോക്കി കണ്ടും വെക്കുക. എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് അന്നേരം മനസ്സിലാവും, അതാണ് സംഭവം. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ നമുക്ക് മറ്റേ ലൈഫ് വെസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ എവിടെ നിന്നാണ് തപ്പിയെടുക്കുക. അതുകൊണ്ട് ഈ കാണുന്ന സാധനം കണ്ടു, ഇതാണ് ബേസിക്കലി അത്. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അത് ശരിക്കും ഇപ്പോൾ ഊരാൻ പാടില്ല, പക്ഷേ വെള്ളത്തിൽ വല്ല വീഴുകയാണെങ്കിൽ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള ലൈഫ് വെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിമാനത്തിലുണ്ടെന്നുള്ളത് പലരും മനസ്സിലാക്കുക. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ഒരു മാഗസിൻ ഇവിടെ കാണാൻ സാധിക്കും. എന്താ അങ്ങ് ദൂരെ കിടക്കുന്നുണ്ടല്ലേ VTANH എന്നും പറഞ്ഞുകൊണ്ട്. ആ VTANH എന്ന് പറഞ്ഞ വിമാനത്തിൽ ഞാൻ കയറിയിട്ടുണ്ട്. അത് പണ്ട് കൊച്ചി ലണ്ടൻ റൂട്ടിൽ ഓടിച്ചുകൊണ്ടിരുന്ന വിമാനമാണ്. അതേപോലെയുള്ള ഒരു വിമാനമാണ് VTANB എന്ന് പറഞ്ഞൊരു വിമാനമാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ. ഇതും ബോയിങ്ങിൻ്റെ തന്നെ വിമാനമാണ്. ഇത് ബോയിങ് 777 വിമാനമാണ്. ഇതും എയർ ഇന്ത്യയുടെ തന്നെ വിമാനം, ലോങ് ഹോൾ വിമാനം. ഇത് കൂടുതലും US അതേപോലെ തന്നെ ലണ്ടൻ, കാനഡ അങ്ങനെയുള്ള സെക്ടറുകളിലാണ് എയർ ഇന്ത്യ ഓടിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇതൊരു 2.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ളൊരു വിമാനയാത്രയാണ്. ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ഒരു ഇതിനകത്താണ് ഭക്ഷണം കൊണ്ട് തന്നത്. ഇതിനകത്തൊരു സലാഡുണ്ട്, പിന്നെ ഒരു ഗുലാബ് ജാമുനുണ്ട്, ഒരു കപ്പ് വെള്ളമുണ്ട്, പിന്നെ ചായ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇതാണ് മീല്, ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് ഭയങ്കര ചൂടാണ്. ഇതാണ് ഫുഡ്. ഇത് ചിക്കനാണ്, ചിക്കൻ വിത്ത് ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, പുഴുങ്ങിയ ക്യാരറ്റ്, പിന്നെ നമുക്ക് സ്പൂണും ഫോർക്കും ഒക്കെ വുഡൻ സ്പൂണും ഫോർക്കുമാണ്. ഇത് വെള്ളമായിരുന്നില്ല, ഇത് നമ്മുടെ തൈരാണ്, തൈര്. നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ മേളിൽ കൂടിയാണ് പറക്കുന്നത്. ഇസ്ലാമാബാദ്, റാവൽപിണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിമാന കമ്പനികളുടെ വിമാനങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെ പറക്കാൻ ഇപ്പോൾ ബാനുള്ളൂ. ശരിക്കും മറ്റ് വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണെങ്കിലും അതിന് പാകിസ്ഥാൻ്റെ മുകളിലൂടെ പറന്ന് പോകാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് ചെസ്സിൽ കളിച്ച് പയറ്റി തോറ്റുകൊണ്ടിരിക്കുന്ന 2 പേരെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നന്നായി ഉറങ്ങിയായിരുന്നു. ലാൻഡ് ചെയ്യാൻ തൊട്ട് മുമ്പാണ് എണീറ്റത്. ഞങ്ങളെല്ലാം ഉറങ്ങുമായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ഉറങ്ങി. അയ്യോ, ഇതിനകത്തൊരാൾ കയറി നിന്ന് കൈ പൊക്കിയാൽ മുകളിൽ തൊടാൻ പറ്റില്ല, അത്ര വലുതാണ് ഈ എഞ്ചിൻ. ഇത്രയും വലിയ വിമാനത്തിൽ നിന്ന് നമ്മളെല്ലാരും കൂടെ ഇവിടെ വന്ന് ഇറങ്ങി. എൻ്റെ അമ്മ എന്ത് ചൂടായത്! ഇത് നോക്കി, താഴെയൊക്കെ നോക്കി, മറ്റേ ടാർമാക്കൊക്കെ ഇളകി കിടക്കുന്നു ഫുള്ള്. ബസ്സുകളിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അടിപൊളി. എല്ലാരും ഫോട്ടോ എടുത്ത് ഇവിടെ നിൽക്കുക കേട്ടില്ലേ. ഇത് ഭയങ്കര വലുതല്ലേ, എന്ത് വലുപ്പം ഇത്. അപ്പൊ വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. വേറെ കാര്യം പറയാനുണ്ട്. ഇനി നമ്മൾ ലക്ഷങ്ങൾ കളി മാത്രമുള്ള മിനിമം ഒരു 1 lakh എങ്കിലും വേണം. 1 lakh, ഒരു 5 lakhs ഒരു ചായ കുടിക്കണമെങ്കിൽ. ആണോ? ഒരു നേരത്തെ ഫുഡിന് നമ്മളിവിടെ ഒരു സിം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ പാസ്പോർട്ട് കൊടുത്താൽ അവർ ഈ സിം എടുത്ത് തരും. നമ്മളെ പുറത്തിറങ്ങി വരുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ കാത്ത് നിൽക്കുന്ന പോലെ എല്ലാവരും കളിയിൽ നോക്കി നിൽക്കുന്ന ഗൈസ്. അങ്ങനെ തഷ്കെൻഡിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ എയർപോർട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വഴിയൊക്കെ പരിചയം ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റോഡൊക്കെ ഫുള്ളി ഞാൻ എക്സ്പ്ലോർ ചെയ്തതാണ്. അപ്പോ എന്ത് ചൂടാ ഇവിടെ. താങ്ക് യു. ഇതാണ് നമ്മുടെ എയർപോർട്ടിന്റെ അറൈവൽ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഡിപ്പാർച്ചർ അപ്പുറത്ത് എവിടെയാണ്, ഇത് അറൈവൽ മാത്രമാണ് ഈ ഭാഗത്ത്. ATC ടവറൊക്കെ കാണാം. ഇവിടെ പൊള്ളുന്ന ചൂട്, അതായത് ഡൽഹിയിലെ കാട്ടി ചൂടെന്ന് വേണേൽ പറയാം, നമ്മുടെ നാട്ടിലെ കാട്ടി ചൂടെന്ന് വേണേൽ പറയാം. കഴിഞ്ഞോളം വന്നപ്പോൾ ഇവിടെ ജാക്കറ്റ് ഇട്ട് തടുത്ത് വിറച്ചാണ് നടന്നത്. ഇവിടെ നിന്ന് അസ്ഥാനയൊക്കെ പോയപ്പോൾ -15 ആയിരുന്നു. അസ്ഥാന മറ്റേ ആ ഭാഗത്തൊക്കെ ഇറങ്ങിയപ്പോഴേ ഇവിടെ വന്നപ്പോൾ -15 ഇല്ലെങ്കിലും ഒരു -1, -2 ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഇവിടെ ചൂടെന്ന് പറയാനായിട്ട് അമ്മാതിരി ചൂട്. ബൈസാബെന്നോ എന്താ വിളിച്ച? ബൈസാബെന്നൊക്കെ അല്ലേ വിളിച്ചത്? ഇതെന്താ? ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണട എൻ്റെ മുഖത്തിന് ചേരുന്നില്ല. പക്ഷേ ഇതിനകത്ത് 3 ഡിസൈൻ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. വേഫറർ ഇത്, പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ സൈസ്, പിന്നെ മറ്റേ വേറെ ഏതോ ഡിസൈൻ. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസിഷനോ അങ്ങനെ എന്തോ സാധനമല്ലേ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഞാൻ സൂര്യനിൽ വരുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കൂളിംഗ് ഗ്ലാസ് ആവും. പിന്നെ ഇൻഡോർ പോകുമ്പോഴത്തേക്കിനും രാത്രി ആകുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലെയിൻ ഗ്ലാസ് ആവും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പോളറൈസേഷനും പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, 35,000 രൂപ വിലയുണ്ട് ഈ സാധനത്തിന് ഇന്ത്യയിൽ. പിന്നെ ഇതിന് ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ എങ്ങനെയാ പരിപാടി എന്നൊക്കെ ഉപയോഗിച്ച് നോക്കുന്നേ ഉള്ളൂ. ഇത് രണ്ടുമുള്ള എയർപോർട്ട് ഈ കാണുന്നത്, അതായത് ഇത് അറൈവൽ ടെർമിനൽ, അത് ഡിപ്പാർച്ചർ ടെർമിനൽ, പിന്നെ മുമ്പിൽ ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ. ഇതാണ് ഈ രാജ്യ തലസ്ഥാനത്തിന്റെ എയർപോർട്ട് എന്ന് പറയുന്നത്. അടിപൊളി. വണ്ടി എവിടെ സജാദ് ബ്രോ? വണ്ടി എവിടെ? എന്താണ് സജാദ് ഇത്? വണ്ടിയൊക്കെ റെഡിയാക്കി പുറത്ത് നിൽക്കണ്ടേ കാര്യങ്ങളൊക്കെ അല്ലേ? ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ഇസ്കൊൽക്ക എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് അല്ലേ? ഇസ്കൊൽക്ക അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്? ഇസ്കൊൽക്ക. പിന്നെ സജാദ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം റഷ്യൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. ഞങ്ങൾ വന്ന വിമാനത്തിൽ എത്ര ഇന്ത്യക്കാരായിരുന്നല്ലേ, എന്തോരം ആൾക്കാരായിരുന്നല്ലേ. പിന്നെ പേഷ്യൻസ് ആയിട്ട് വന്ന ആൾക്കാർ, അതായത് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടത്തുകാരായിട്ടുള്ള ആൾക്കാർ പേഷ്യൻസ് ആയിട്ട്. ഇന്ത്യക്കാർ എന്തോരം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും ഇൻഡിഗോ ഒക്കെ സർവീസ് തുടങ്ങിയതാണ്. പിന്നീട് ഇപ്പോൾ ഈ പാകിസ്ഥാൻ എയർ സ്പേസ് ക്ലോഷർ വന്നപ്പോൾ ഇൻഡിഗോയുടെ സർവീസ് താൽക്കാലികമായിട്ട് അവർ നിർത്തിയാണെന്ന് തോന്നുന്നു. ബാഗ് വെച്ചോളൂ. അടിപൊളി കിടിലൻ വണ്ടിയാണല്ലോ. ഓ, ഇത് സെറ്റപ്പ് ആണല്ലോ. അങ്ങനെ നമ്മൾ എക്കണോമിയിൽ വന്ന് ബിസിനസ് ക്ലാസ് കാറിൽ യാത്ര ചെയ്യുകയാണ്. ഇത് ക്വാളിറ്റിയാണ് ഈ വണ്ടിയൊക്കെ. ഭയങ്കര ട്രാവൽ കംഫർട്ടും ഭയങ്കര സുഖമാണ് ഇത് ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ. സജാദേ, എനിക്ക് സംസ കഴിക്കണം. സംസ കഴിക്കില്ല. റൂമിൽ പോയിട്ട് നമുക്കൊന്ന് കാര്യമായിട്ട് സംസാരിച്ച് വയറ്റിൽ നിന്ന് പോകണം, എന്നാലും ശരിയാവും. ഐറൺ വാങ്ങിച്ചു കുടിക്കാം. ഓക്കെ. താങ്ക് യു ബ്രദർ, താങ്ക് യു. ഇവിടെ നിന്ന് ഒരു ഐറൺ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വയറ്റിൽ നിന്ന് ശരിക്കും പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ ഐറൺ കുടിക്കണം. ഇവിടെ കിട്ടുമായിരിക്കും, ചോദിച്ചു നോക്കട്ടെ. ഡു യു ഹാവ് ഐറൺ? നിയർ നിയത്ത് ഇല്ല, അകത്ത് കിട്ടും. ഓക്കെ താങ്ക് യു. ഇവിടെ ഉണ്ടെന്ന് വാ, ഇവിടെ അകത്ത് കിട്ടുമെന്ന് വാ. ഇവിടെ ഇപ്പോൾ സമയം 6:15. ഇന്ത്യയിൽ വൈകിട്ട് 6:45. ഇവിടുത്തെ സൺസെറ്റ് വൈകിട്ട് 8 മണിക്കാണ്, രാത്രി 8 മണിക്കാണ് ഇവിടുത്തെ സൺസെറ്റ്. അതാണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ ആകെ 1/2 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇരിക്കുന്ന ഐറണല്ലേ?
ഒരു വലിയ കുപ്പി തന്നെ വാങ്ങിച്ചാലോ? ഇത് കുതിരപ്പാലാണോ അയറാണോ? അയറാൻ. കുതിരപ്പാലും അയറാനൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ആ അത് അയറാണല്ലേ? ഓക്കെ, യെസ്. കുർത്തോബയാണോ? ഗ്യാസ് ഉള്ള എടുത്തേക്കാം അല്ലേ? അല്ല തന്നെ ഇച്ചിരി ഗ്യാസ് കൂടുതലാ. അപ്പൊ ഗ്യാസ് ഉള്ളതല്ലേ നല്ലത്? ഗ്യാസ് ഉണ്ടോ? എനിക്ക് ഇച്ചിരി കൂടുതലുണ്ട്, ഭയങ്കര ഗ്യാസാ. അത് ഈ സമയം തെറ്റി അതൊന്നും മാറി വിളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് നമ്മൾ അത്ര മീൽ കഴിച്ചു. രാവിലെ ഫ്ലൈറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എയർപോർട്ടിൽ നിന്ന് ഒന്നും ഇല്ലാത്ത നേരത്തെ കഴിച്ചു, പിന്നെ ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് അത് കഴിച്ച്. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ വയറ് കാലിയാവണ്ടേ? അയ്യേ, പട്ടച്ചാറായി ഒഴിച്ച് കൊട്ടാരം മൊത്തം നാറ്റിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയാ? എന്നിട്ട് കുതിരപ്പാലല്ലോ? കുതിരപ്പാലല്ലോ ആ ഒരു ടേസ്റ്റ്. കാർനെറ്റ് ഹോട്ടൽ. അടിപൊളിയാണല്ലോ, കൊള്ളാലോ. ഇതാണ് ഞങ്ങളുടെ മുറി. 3 പേർക്കും 3 സെപ്പറേറ്റ് ബെഡുകളുള്ള ഒരു അടിപൊളി മുറി. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞങ്ങൾ വന്നത് തന്നെ, താഷ്കണ്ടിൽ നമ്മൾ ഇന്ന് വന്ന് താമസിക്കുന്നത് തന്നെ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മൊത്തം ചൈനീസ് വണ്ടികളല്ലേ? ഇത് ചൈനീസ് വണ്ടിയല്ലേ? ചാവിയോ? ഓ, സീറ്റ് ബെൽറ്റ് സൗണ്ട് ആവാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനം. ഓക്കെ ഓക്കെ, പക്ഷെ അത് കാര്യമില്ല, നമ്മുടെ ജീവനല്ലേ വലുത്. ഇതാണ് നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ്. ഇത് മെർഹബ സ്റ്റേക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്റ്റേക്ക് ഹൗസ് ആണ്. നിങ്ങൾ ആരെങ്കിലും താഷ്കണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫൊക്കെ കഴിക്കും, നിങ്ങൾ സ്റ്റേക്കൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കം ഹിയർ. ഇതൊരു കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ്, അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മളിവിടെ എപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എത്ര തവണ വന്നിട്ടുണ്ടോ? 2, 3, 4 തവണ 2 ടൈംസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ടോ? ഞാനും 2-3 തവണ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ 4ാമത്തെ തവണ എന്താണ് ഇവിടെ വരുന്നത്. സോ ദിസ് ഈസ് എ റിയലി നൈസ് പ്ലേസ്. വീക്കെൻഡ്സ് ഒക്കെ നല്ല തിരക്കുണ്ടാവും. ഒരു കിടില സ്ഥലമാണത്. ഡാനിയൽ ഹിൽ ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹോട്ടലും ഉണ്ട്. ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ട് ഈ ഹോട്ടലിൽ. ഇന്ന് ഞങ്ങളിവിടെ താമസിക്കാതിരുന്നത് നാളെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ താമസിക്കാതിരുന്നത്. വന്നിരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്കിവിടെ കട്ടൻ ചായ വിട്ട് തരും. കട്ടൻ ചായ, പിന്നെ ഉസ്ബെക് ടീ. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. ടർക്കിഷ് ടീ എങ്കിൽ ടർക്കിഷ് ടീ, ഉസ്ബെക് ടീ, അങ്ങനെ പല സാധനങ്ങൾ കൊണ്ടുതരും. പിന്നെ മെനു കാർഡും കൊണ്ടുതരും. നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുന്ന ബീഫിൻ്റെ ഒരു സാധനം ഉണ്ട്, അത് ഓർഡർ ചെയ്യും. ഒരു ലോഡ് സോസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. മറ്റേ ടൊമാറ്റോ കെച്ചപ്പ്, ടബാസ്കോ സോസ്, പിന്നെ മയണീസ്, പിന്നെ ഇത് ബാർബിക്യൂ സോസ്, പിന്നെ ഇത് മസ്റ്റാർഡ് സോസ് ആയിരിക്കും, യെല്ലോ മസ്റ്റാർഡ് സോസ്. നമ്മുടെ സലാഡ് വന്നു. ഇവരുടെ സർവീസ് ഉണ്ടല്ലോ അടിപൊളിയാണ്. ഇവർ ടേബിളിൽ കൊണ്ടുവന്ന് ഇവരുടെ ഒരു പ്രിപ്പറേഷൻ ആണെങ്കിലും ഓരോരോ പരിപാടിയാണെങ്കിലും ഇങ്ങനെ സലാഡ് തന്നെ കണ്ടില്ലേ. സലാഡൊക്കെ വെറുതെ ഉണ്ടാക്കിക്കൊണ്ട് വരാവുന്നേ ഉള്ളൂ. പക്ഷേ അതിവിടെ കൊണ്ടുവന്ന് ആ ഒരു ടേബിളിൽ വെച്ചിട്ട് അതിൽ മുളകും ഉപ്പും സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വിനാഗിരിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഫുൾ സെറ്റാക്കി അടിപൊളിയാക്കി. അത് നമുക്ക് ബീഫ് കൊണ്ടുവരുമ്പോൾ കാണാം. എല്ലാരും വിളിച്ച് ഫോൺ വിളിച്ച് കൊതിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവരെല്ലാരും ഇവിടെ വന്ന് ഞങ്ങൾ സ്ഥിരമാണ്, ഞങ്ങളുടെ സ്ഥിര സ്ഥലമായത്. സജാദിന്റെ പ്ലേറ്റ് കണ്ടോ? സലാഡാണേ. ഈ പ്ലേറ്റ് കണ്ടോ? സലാഡാണേ. എന്റെ പ്ലേറ്റ് കണ്ടോ? എനിക്ക് ഈ സാധനം വീട്ടിൽ 3 നേരം ഉണ്ടാക്കി തന്നെ ഞാൻ കഴിക്കും. പക്ഷെ ഇതുവരെ എനിക്കിത് ഈ സാധനം ഈ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുമില്ല. ആ ടേസ്റ്റ് കിട്ടാനായിട്ട് മുളകും വിനാഗിരിയും പിന്നെ ഒലിവ് ഓയിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താണ് നമുക്ക് ഈ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഐഡിയ ഇല്ല. നമ്മുടെ സാധനം വരും, നമ്മുടെ സാധനം. ദൈവമേ പടച്ചോനെ, ഇത്ര ഉണ്ടോ? ഇത് കുറെ ഉണ്ടല്ലോ. ഇതാര് കഴിക്കും? സജാദ്, നീ എത്ര ആണോ ഓർഡർ ചെയ്തത്? ദൈവം, ഇത് ഒരു ലോഡ് സാധനമാണ്. നോക്കി പുള്ളി അത് ബോണൊക്കെ എടുത്ത് സെറ്റാക്കി കുത്തി മറിച്ച് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തു. ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഇത്, ഭയങ്കര സോഫ്റ്റ് മീറ്റാണ്. അതിനകത്തെ ബോണൊക്കെ എടുത്ത് പെറുക്കിയെടുക്കുന്നത് കണ്ടോ? നോക്കി അതെല്ലാം കൂടെ അവിടെ കുത്തി 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 ഞാൻ അതിൻ്റെ മുകളിൽ മറ്റേ സോൾട്ടും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി തരും. അടിപൊളി, അത് പൊളിച്ച്.
യെസോ അത് പൊളിയായിട്ടുണ്ട് കേട്ടോ. എന്ത് ടേസ്റ്റാ. സുരക്ഷയില അതുകൊണ്ട് വായിട്ട് നമുക്ക് എല്ലാവർക്കും 3 പേർക്ക്. താങ്ക് യു. എൻ്റെ പോലെ 4 പേർക്കുള്ള പോർഷനാണ്. 4 പേർക്കുള്ള പോർഷൻ. അതിനി നമ്മൾ കഷ്ടപ്പെടണ്ട, അവർ തന്നെ അത് പ്ലേറ്റിലെടുത്തിട്ട് തന്നോളും. സർവീസൊക്കെ അടിപൊളിയാണ്. എന്ത് സോഫ്റ്റ് ആണെന്നറിയോ അത്. ഇവരെ ഇതിലെ കല്ലുപ്പെടും, ആ കല്ലുപ്പിനാണ് അതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് വരുന്നത്. അത് പൊളിയാട്ടോ. അത് കിടുക്കാച്ചയാണ് കല്ലുപ്പ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. മതിയായോ? ക്ഷീണിച്ചവശനായി ഇറങ്ങി വരുന്ന. അയ്യോ സത്യം പറഞ്ഞ ഇഷ്ടമല്ലേ അതുപോലെ ഒരു മസാലയും ചേർക്കുന്നില്ല കേട്ടോ. ഒരു മസാല എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതായത് ആകെ ഉള്ളത് സോൾട്ട്, വിനെഗർ, കല്ലുപ്പ്, പിന്നെ മറ്റേ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് വിനെഗർ ഇറങ്ങിയിട. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മാതിരി ടേസ്റ്റാണെന്നറിയാമോ. നമ്മുടെ സോൾട്ട് ബേക്കും ഇല്ലേ, സോൾട്ട് ബേയിലൊക്കെ വാങ്ങുന്നതിൻ്റെ 10 പൈസയ്ക്ക് നമുക്കിതിവിടെ ആക്ച്വലി ഇത് കഴിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ എല്ലാം കൂടെ കഴിച്ച് മത്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞ് മത്ത് പിടിച്ച്, അല്ലാതെ മസാലയുടെ മത്തല്ല. ഇറ്റ് വാസ് നൈസ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ വന്നത് കുറച്ച് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ സ്റ്റഡി ലിങ്ക്സിൻ്റെ ഭാഗമാണ്, നമ്മുടെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ്. ഡോൺ വറി, അത് ഈ ചാനലിലുണ്ടാവില്ല. അത് നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി വിസിറ്റും കുറച്ച് പരിപാടികളും, പിന്നെ നമ്മുടെ പഴയ കുട്ടികൾ ഇവിടെ ഉണ്ട്, അവരെയൊക്കെ കാണണം, അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. സോ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ടായിരിക്കും നമ്മുടെ രാജധാനി എക്സ്പ്രസ്സിൽ നമ്മുടെ ഡൽഹി യാത്രയൊക്കെ ആരംഭിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. സി യു. ബൈ.